ചേച്ചി ആ രാവിലെ വിശക്കണ ചേച്ചി. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. കേശുടാ ചേച്ചി അമ്മ എന്റെ അടുക്കളയിലില്ലല്ലോ. വർക്ക് ചെയ്ത് നോക്കിയേ. അവിടെയോ ഇല്ലോ. നോക്ക്. അമ്മേ മോൾ എവിടെ ഇല്ലടാ. ഇല്ലേ? അമ്മ അമ്മോൾ. ചേച്ചി ഇനിയിപ്പോ ചിലപ്പോ കടയിൽ സാധനം വല്ലതും മേടിക്കാൻ പോയെങ്കില്. ഇത്ര രാവിലെയാ? പോകത്തില്ലല്ലേ? പക്ഷെ രാവിലെ അടുക്കളയിൽ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മക്ക് ഇപ്പൊ സമയം കാലം ഇല്ലല്ലോ. അത് നീ പറഞ്ഞ കുറച്ചാ കേട്ടോ. ഇന്നലെ രാത്രി പാത്രം കഴുകിയത് എപ്പോഴാന്നറിയോ? 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും. സാധാരണ 11 മണിയാകുമ്പോഴത്തേക്കും കിച്ചൺ തന്നെ ക്ലോസ് ചെയ്യണതാ. അമ്മേനെ അടുക്കളയിൽ കാണാനില്ല. അത് പുറകിലെവിടെ കാണും. നീ കട്ടൻ ചായ ഇട്ടാ? അമ്മയിട്ട് വെച്ചിട്ടുണ്ട്. ചൂടുണ്ടാവോ? ചൂടുണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. ഒന്നില്ലെങ്കിൽ ചേട്ടൻ ചൂടാക്ക്, അല്ലെങ്കിൽ ഭാര്യനെ വിളിച്ച് ചൂടാക്കിപ്പിക്കും. അവൾക്കും കൂടി കട്ടൻ ചായ ചൂടാക്കി കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പൊ. ഇത് നമ്മള് പണ്ടേ പ്രതീക്ഷിച്ചാണല്ലോ. പോടാ അവിടെ നിന്ന്. ഞാൻ അവളെ വിളിക്കാത്ത, അവള് വിളിച്ചാൽ വന്ന് ചൂടാക്കി വരും കേട്ടാ. അല്ലേട്ടാ, ഇന്നലത്തെ സംഭവത്തിനെ പറ്റിയേ ഭാര്യ പരാതി ഒന്നും പറഞ്ഞില്ലേ? എൻ്റെ അവള് പേടിച്ചു ഇന്ന്. അവള് വിചാരിച്ച് മിക്കവാറും നമ്മുടെ അമ്മയുടെ നിന്ന് അവിടെ പപ്പയ്ക്ക് നല്ല കിട്ടുന്നു. ഞാനും കൊറേ പ്രതീക്ഷിച്ചു, പക്ഷെ ചീറ്റിപ്പോയി. നീ ഒരുപാട് പ്രതീക്ഷിക്കലടാ. അമ്മ അച്ഛനോടുള്ള സ്നേഹം. ഞാനേ അമ്മേനെ നോക്കിട്ട് വരാട്ടാ. അമ്മ എവിടെ പോയി? ആ അമ്മ, അമ്മ ഇതെന്താ ഇവിടെ ഇരിക്കണേ? ഇവിടെ ഇരിക്കണേ? ഞാൻ അവിടെ ഇരുന്നാണ്, പിന്നെ ഇവിടെ വന്നിരുന്നു. അല്ല, സാധാരണ അമ്മ ഇവിടെ ഒന്നും ഇരിക്കാറില്ലല്ലോ. അമ്മ ഇതെന്തു പറ്റി? നിന്നാ അമ്മേ? പടവലത്തുനിന്ന് ആരെങ്കിലും വിളിച്ചാ? ഏയ്, നെയ്യാറ്റിൻകരയിൽ ആരെങ്കിലും വിളിച്ചാ? ഇല്ലെന്നേ. പിന്നെന്താ അമ്മേ? ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ അമ്മ? എന്തുണ്ടാക്കാൻ? ദോശയാ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം. അമ്മ ഇന്നലെ ഓഫീസിൽ പോയില്ലല്ലോ? MD വിളിച്ച് പറഞ്ഞായിരുന്നോ? ഓഫീസിൽ ഇന്നലെ പോയില്ലല്ലോ, ഇന്നും പോയില്ലല്ലോ. MD വിളിച്ച് പറഞ്ഞായിരുന്നോന്ന്? ഇല്ല, പറഞ്ഞില്ല. എന്താ പറയാത്തെ? ഓ, മറന്നുപോയെന്നേ. മറന്നുപോയിന്നാ? അപ്പൊ അവിടെ പ്രശ്നാവൂലേ അമ്മേ? അമ്മ അമ്മ എവിടെ ഇരിക്കുവായിരുന്നാ? ആന്ന് ചേച്ചി, ഞാൻ ഇവിടെ ഇടയ്ക്ക് പാമ്പിനെ കണ്ടേ ഉള്ളു. ചേച്ചി ഒരു കാര്യം ചെയ്, എന്തായാലും അടുക്കള കയറിയല്ലോ ഉണ്ടാക്കും. അമ്മയെ കയറ്റാൻ നിൽക്കണ്ട. അമ്മയുടെ അവസ്ഥ ഉണ്ടല്ലേ. അമ്മയ്ക്കൊട്ടും വയ്യ, പാവം. എല്ലാം കഴിച്ചിട്ട് വേണ്ടേ? നേരെ ചൊവ്വേ ഭക്ഷണമൊന്നും കഴിക്കണല്ലോ. എപ്പോഴും ഓരോ ചിന്ത തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് മാത്രോ, അമ്മ ഓഫീസിലെ കാര്യം പോലും മര്യാദയ്ക്ക് ശ്രദ്ധിക്കണല്ലോ, അതാ പേടി. അമ്മ ഉണ്ടാക്കിയ ചായ ഇരിപ്പുണ്ടോ? കട്ടൻ ചായ ഇരിപ്പുണ്ട്. നമ്മളെ കുടിക്കുക. അമ്മ ചായ ഇടുക. കുറച്ചു മുന്നേ സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ധുവിന്റെ ഒരു ഫ്രണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട്, എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് വിടണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊന്നും വേണ്ടാന്ന്. എന്തെങ്കിലും വേണമായിരുന്നോ അമ്മ? അയ്യോ, എന്റെ ഫോൺ അവിടെ ഇരിക്കണേ, ഇപ്പൊ എടുത്തിട്ട് വരാവേ, സിദ്ധു വിളിക്കും. ശ്രദ്ധിച്ചില്ലേ? പാല് തിളച്ചു പോയി. വേറെ പാലുണ്ടോ? ഉണ്ടാവും. എന്തു പറ്റിയടോ? പാല് തിളച്ചു പോയി. അപ്പൊ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ലേ? നീലമ്മ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ ശ്രദ്ധിച്ചില്ലായിരുന്നോ അമ്മ? അമ്മ ഇന്നലെ ഇതേപോലെ ആയിരുന്നല്ലോ. ഇന്നലെ അരി ഇട്ടെടുത്ത് ഇടച്ച് വന്ന് മൊത്തം പോയി, എന്നിട്ട് അമ്മ അറിഞ്ഞില്ല. വേറെ പാലുണ്ടോ? പാല് ഫ്രിഡ്ജിലുണ്ടാവും, അത് ഞാൻ തിളപ്പിച്ചോളാം. താമ്പോ ഞാൻ പാത്രം കഴുകാം. എന്താണ്? ഇവിടെ ഒന്നുമില്ല, ഇറങ്ങിപ്പോയേ. എന്ത് കഷ്ടോടെ ഇത്. ഇപ്പൊ കയറുന്നല്ലേ ഉള്ളു, അതിനും ഇറങ്ങി പോവാനാ. അതേ, പാചകം ചെയ്യാൻ നമുക്കും അറിയാൻ കേട്ടാ. നമ്മള് മനസ്സറിഞ്ഞ് പാചകം ചെയ്താലേ നല്ല സൂപ്പർ കുക്കുമാര് വരെ മാറി നിൽക്കും. ഈ വാചകടി ഒന്ന് നിർത്തുവോ ആദ്യം? ചായ ഉണ്ടോ? ചായ തിളപ്പിക്കാൻ വെച്ച പാലാണ് പോയത്. എന്താന്ന്? ചായ തിളപ്പിക്കാൻ വെച്ചപ്പോ പാലാണ് തിളച്ച് പോയെന്ന്. പാല് പോയാ? പോയി. ഇവിടെ ആളില്ലായിരുന്നാ? അമ്മയുണ്ടായിരുന്നു, അമ്മ സ്വപ്നം കാണുമായിരുന്നു. ഇവിടെ ബിസി ആയിരുന്നല്ലേ, അതാണ് അങ്ങോട്ട് വരാണ്ടിരുന്നത്. കൊച്ചേ, പാത്രം അവിടെ വെക്ക്. കുഴപ്പമില്ല, ഞാൻ കഴുകിക്കോളാം.
പാത്തോടെ മാറ്റി വെക്കേ. ഞാൻ കഴിക്കണമേ. പാത്തോടെ കൊടുക്കാനല്ലേ പറഞ്ഞത്. അമ്മ അതെന്താ അവള് കഴുകിയ വൃത്തിയാവില്ലേ? പിന്നെ ഞാൻ എന്തിനുള്ളത് ഇവിടെ? ഞാൻ കിച്ചണിൽ കയറിയത് നീലമ്മയ്ക്ക് ഇഷ്ടമായില്ലേ? എനിക്ക് സംസാരിക്കാൻ വയ്യ. അമ്മയ്ക്ക് വയ്യെങ്കിൽ അമ്മ റൂമിൽ പോയി റെസ്റ്റ് എടുക്കുമ്പോ ഇവിടുത്തെ ജോലിയൊക്കെ ഞങ്ങൾ പോയിക്കോളാം. പിന്നെ ഞാൻ എന്തിനുള്ളത്? ഞാൻ എന്തിനുള്ളത്? അമ്മ അമ്മ ഇവിടുത്തെ ജോലികൾ അമ്മയ്ക്ക് മാത്രം എടുക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും ഇവിടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ലേ? എന്നോട് തർക്കിക്കാൻ നിക്കണേണാ? തർക്കിക്കാൻ നിക്കണേടാ? അമ്മ ഞാനെവിടെ അമ്മ അമ്മയുടെ തർക്കിക്കണത്? വിഷ്ണു, എനിക്ക് കൂടുതൽ സംസാരിച്ച് വിഷയം വഷളാക്കണ്ട. എനിക്ക് മനസ്സിലായി ഞാൻ കിച്ചണിൽ കയറിയത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ പൊക്കോളാം. അവിടെ എന്താ അമ്മ അത്? അമ്മ അത് വിടിയേട്ടാ, ഇവിടുത്തെ ജോലിയൊക്കെ ഞാനും അമ്മയും കൂടെ അങ്ങ് ചെയ്ത് തീർത്തോളാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നോക്കൂ. ആരും എന്നെ അത്ര പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം. ആരല്ല പോച്ചേ, ഒന്ന് പോയി തരാവോ? മോൾക്ക് വിഷമമായിട്ടാ? എല്ലാവർക്കും ഉണ്ട് വിഷമമൊക്കെ. ഇങ്ങനെയാണെങ്കിൽ ഈ വീട്ടിൽ 2 കിച്ചൺ വേണ്ടി വരും കേട്ടാ. ചുമ്മാ അല്ല അവളുടെ പപ്പ സാധനങ്ങളൊക്കെ നേരത്തെ മേടിച്ചത്. ഇവിടുത്തെ അവസ്ഥ അവർക്ക് നേരത്തെ മനസ്സിലായിട്ടുണ്ടാവും. എല്ലാരും കണക്ക് തന്നെ ട്രേ. അതെ, ഈ തേങ്ങ തിരുവാനോ അല്ലെങ്കിൽ തേങ്ങ പൊതിക്കാനുള്ള ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. നീ 2-3 ദിവസം അല്ലാതെ തേങ്ങയുടെ പുറകെ കിടക്കുന്നത്. ഈ തേങ്ങ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്നുണ്ടോ? പോയടാ. ഇതൊന്ന് അമ്മ തേങ്ങ പൊതിക്കണം വേണ്ടേ? തേങ്ങ മാങ്ങ ഇറങ്ങി പോട്ടോന്ന്. കേശുവേ ബാ പോവാ. അമ്മ വേറെ എന്തോ പ്ലാൻ ചെയ്തേക്കുക. ഇതായിരിക്കും നല്ലത്.